അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ ഫിൽ മില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിൽ ഖില്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം ഖബറിലേക്ക് മയ്യത്തിനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന മര്യാദകളും അതിൻ്റെ ആദാബുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആദാബ് ദഫ്നി, മറവ് ചെയ്തതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ആദാബ് എങ്ങനെയാണ്? പലപ്പോൾ നമ്മൾ കൈ ചെയ്യുന്ന കാര്യമാണ്, ചിലപ്പോൾ മറന്നു പോകുന്നതുമുണ്ട്. നമ്മളത് ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടാവില്ലെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവുമായി, ആ ജനാസവുമായി മൈതാനിലേക്ക് പോയി ഖബറിൻ്റെ അടുക്കിലേക്ക് പോയി വെക്കുമ്പോഴേ അതിന് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് മറക്കുകയാണ് സ്വാഭാവികം. അത് എല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തുമായി, ജനാസയുമായി നമ്മൾ നിസ്കരിച്ചതിന് ശേഷം ഖബർ മൈതാനിലേക്ക് പോകുന്നു, എന്നിട്ട് ഖബറിലേക്ക് വെക്കുന്നു. ആ വെക്കേണ്ട അദബ് എങ്ങനെയാണ്, അതിൻ്റെ മര്യാദ എങ്ങനെയാണ്, ഏത് ഭാഗത്തെയാണ് വെക്കേണ്ടത്, അത് ചില ആളുകൾ മറന്നു പോകുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും മറന്നു പോകുന്നു. യുന്തബു സത്തുൽ മയ്യത്തി ബിസൗബിൻ ഇൻദ ദഫ്നിൻ, മറവ് ചെയ്യുന്ന അവസരത്തിൽ മയ്യത്തിൻ്റെ മേലൊരു മറയുണ്ടാവണം. ഒരു തുണി കൊണ്ട് മറയുണ്ടാക്കൽ സുന്നത്തുണ്ട്. നമ്മൾ മയ്യത്ത് ഒരു ജനാസ കൊണ്ടുവന്ന് ഖബർ ദഫ് ചെയ്യുന്ന സമയത്ത് ഒരു മറ ഉണ്ടാവൽ എന്താണ്? സുന്നത്താണ്. അതിന് മുകളിലൊരു മറയുണ്ടാവണം. അതാണ് സത്തുൽ മയ്യത്തി ബിസൗബി ഇൻ ദ ദഫ്നി, മറവ് ചെയ്യുന്ന അവസരത്തിൽ മയ്യത്തിന് ഒരു മറയുണ്ടാവൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെയാണ് വവളുഇന്ദ റിജിൽ കബരി, ആ മയ്യത്തിൻ്റെ ഖബറിനെ കൊണ്ടുപോയി വെക്കേണ്ടത് എങ്ങനെയാണ്? വളഹു റഅസിഹി, അവരുടെ തലഭാഗം വെക്കണം. ഇന്ദ റിജിൽ കബരി, ഖബറിൻ്റെ കാൽഭാഗത്തിൻ്റെ ആ ഭാഗത്താണ് തല കൊണ്ടുപോയി വെക്കേണ്ടത്. അതായത് ഖബർ ഇതാണെങ്കിൽ, ഈ ഖബറിൻ്റെ തലഭാഗത്താണെങ്കിൽ, ഇത് കാലാണെങ്കിൽ, ഇവിടെയാണ് തല കൊണ്ടുപോയി വെക്കേണ്ടത് ഖബറിൻ്റെ മയ്യത്തിൻ്റെ. അപ്പോൾ ജനാസ കൊണ്ടുവന്ന് വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് കാലിൻ്റെ ഭാഗമാണെങ്കിൽ കാലിൻ്റെ ഭാഗത്താണ് ഖബറിനെ കൊണ്ടുവന്ന് വെക്കേണ്ടത്. ആ ജനാസ കൊണ്ടുവന്ന് വെക്കേണ്ടത് അങ്ങനെയാണ്. തലഭാഗം കാലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കണം. എന്നിട്ട് ഇഖ്റാജുഹു മിൻ അസ്മിൻ ജിഹത്തി റഅസിഹി, എന്നിട്ട് എന്താക്കണം? അവിടെ നിന്ന് തലഭാഗത്തിന് കൂടി വല്ലതിനെ കൊണ്ടുവന്നിട്ട് എന്താണ്? ഖബറിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെയാണ്. അപ്പോൾ കാൽഭാഗത്തിൻ്റെ അവിടെ വെച്ച് അവിടെ നിന്ന് തലഭാഗമാണ് ആദ്യമായി കൊണ്ടുവന്ന് ആ കാൽഭാഗത്തിൻ്റെ കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഖബർ താത്തേണ്ടത്. അത് സുന്നത്താണ്. വഖൂൽ ദാഫിനി, അവർക്ക് മറവ് ചെയ്യുന്ന അവസരത്തിൽ പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് ആ ജനാസയെ താത്തുമ്പോൾ പറയൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വഖൂൽ മയ്യുദ്ഖുലുൽ ഖബർ വിത്രൻ, ഖബറിൽ എല്ലാവരും പോയി, ഖബറിൽ നമ്മൾ ജനാസ കൊണ്ടുപോയി വെക്കുമ്പോൾ കുറേ ആളുകൾ താഴെ പോയി വെക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ആളോ രണ്ടാളോ മാത്രമാണ് താഴെ ഖബറിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ കുറേ ആൾ കൊണ്ട് അവിടെ വെച്ചാൽ പിന്നെ ഖബറിൽ താത്താൻ അവിടെ കഴിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതിൻ്റെ സാഹചര്യം വെച്ചാൽ ഒന്നോ രണ്ടോ, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതുപോലെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഖബറിൻ്റെ താഴെ താത്തുമ്പോൾ 3, 4, 5 ആളുകൾ പോയി ഖബറിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാൻ പാടില്ല. അങ്ങനെയല്ല നിൽക്കേണ്ടത്. ഒരാളോ അല്ല രണ്ടാളോ ആ ഖബറിനെ മയ്യ ജനാസയെ പിടിച്ചു കൊണ്ട് മല്ല താത്താൻ വേണ്ടി അങ്ങനെ ഒറ്റ ആളായി നിൽക്കലാണ് സുന്നത്ത്. പിന്നെ ഇളാജുഹു അലൽ യമീനി വഇഫ്ലാഉ ഖദിൽ ഐമനി ഇലാ തുറാബി ബഅദ തഹിയതിഹി എന്ന് പറഞ്ഞാൽ വലഭാഗത്തിൻ്റെ കവൾ വലിയ താത്തി ആ കഫൻ തുണി മാറ്റിയതിന് ശേഷം വലഭാഗത്തിൻ്റെ കവൾ തീർത്ത് എന്ത് വെക്കണം? ഒരു മണ്ണിലേക്ക് ചേർത്തിട്ടാണ് ആ കഫൻ തുണി നീക്കിയതിന് ശേഷം വെക്കേണ്ടത്. എന്നിട്ടോ റഫു റൈസ് ബിൻ അബി ലബിനത്തിൻ, അതുപോലെ തന്നെ അവിടെ വെക്കുമ്പോൾ ചെറിയൊരു നമ്മൾ തങ്ങാണി പോലത്തെ സാധനം വെക്കുമല്ലോ. നമ്മൾ സാധാരണ കിടക്കുന്ന സമയത്ത് തങ്ങാണി വെക്കുന്നത് പോലെ നമ്മൾ ഖബറിൽ നമ്മൾ ജനാസ താത്തി കഴിഞ്ഞാൽ ആ തല കുറച്ച് പൊന്തിക്കാൻ വേണ്ടി ഒരു ഇഷ്ടിക പോലത്തെ സാധനം, ഒരു തങ്ങാണി പോലെ താഴെ വെക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. അത് ചില സ്ഥലത്ത് വെക്കുന്നത് കാണുന്നില്ല, അത് വെക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ആ മണ്ണ് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടിക പോലെ ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഐറ്റ് പൊന്തിച്ചിട്ട് തല വെക്കുന്ന തലങ്ങാണി പോലെ ആക്കൽ സുന്നത്തുണ്ട്. ഖബറിൽ താത്തിയതിന് ശേഷം ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഖബറിൽ താത്തിയതിന് ശേഷമാണ് ഈ പറയുന്നത്. ഖബറിൽ അവിടെ വെച്ചതിന് ശേഷം വലഭാഗത്തേക്ക് ചെരിച്ചതിന് ശേഷം വെക്കേണ്ടത് എങ്ങനെയാണ്? അവിടെ ലേശം ഒരു തങ്ങാണി പോലെ അതിന് വെച്ച് കടത്തൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. അങ്ങനെയാണ് സുന്നത്ത്. അത് നേർക്ക് കടത്തലല്ല സുന്നത്ത്. കടത്തേണ്ടത് ചെരിച്ച് കടത്തണം, ഒരു ഭാഗത്തേക്ക് ചെരിച്ച് കടത്തണം. അപ്പോൾ ഈ കഫൻ തുണി നീക്കിയതിന് ശേഷം എന്തുണ്ട്? അവിടെ
വെക്കുമ്പോൾ അവിടെ എന്താ തങ്ങാണി ഒരു ഇഷ്ടിക പോലത്തത് കൊണ്ട് ഒരു തങ്ങാണി പോലെ ആക്കി കൊണ്ട് വെക്കലും സുന്നത്തുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ രണ്ടും എന്താണ് ഈ കിബിലിന്റെ ഭാഗത്തേക്ക് ചിരിച്ചിട്ട് ഇങ്ങനെയാണ് കടത്തേണ്ടത്, ഇങ്ങോട്ടേക്കല്ല. കാലും തലയൊക്കെ ഈ ഭാഗത്തേക്ക് തന്നെ സാധാരണ നമ്മൾ കടക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഇങ്ങനെ ചിരിച്ചിട്ട് ഇതിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് കടത്തേണ്ടത്. എന്നിട്ട് അവിടെ കൂടിയ ആളുകളൊക്കെ ഉണ്ടാവും. ഖബറിൻ്റെ അടുത്ത് ആ ജനാസയുടെ കൂടിയ ആളുകളൊക്കെ എന്താണ് എല്ലാവരും കൂടി പറയലുന്നുണ്ട്, സുന്നത്തുണ്ട്. ഓരോ മണ്ണ് വാരി ഇടുമ്പോൾ പറയൽ സുന്നത്തുണ്ട്. നമ്മൾ മണ്ണ് വാരി ഇടുന്നുണ്ടല്ലോ, ആ മണ്ണ് ഫിൽ ഊല ഒന്നാമത്തെ മിന്നാ ഖലഖനാകും വഫി സാനിയത്തി രണ്ടാമത്തെ വഫിയാ നുഈദുക്കും വഫി സാലിസത്തി മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ മിന്നാ നുഖ്രിജും താറത്തുൻ നുഖ്റ. ഇത് പറയൽ സുന്നത്തുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്ക് എന്താണെന്നുള്ള തിരിഞ്ഞേ ഇല്ല. 2-3 ആൾ ഇങ്ങനെ ചെല്ലും, മണ്ണ് വാരി ഇടും, പിന്നെ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് കാര്യം എന്തെന്ന് അറിയില്ല. അതുകൊണ്ട് സുന്നത്തുണ്ട്, അങ്ങനെ പറയും സുന്നത്താണ്. അപ്പോൾ മണ്ണ് വാരിയിടുമ്പോൾ ഒന്നാമിന്ന ഖലഖനാക നമ്മൾ സൃഷ്ടിച്ച അല്ലാഹു തആല മണ്ണിൽ തന്നെയാണ്. എന്നിട്ടോ അതിലേക്ക് തന്നെയാണ് മടക്കുന്നത്. പിന്നെ അത് വീണ്ടും അതിൽ തന്നെയാണ് മടക്കപ്പെടുന്നതും. പിന്നെ മിന്നാനുഖ്രിജു താഹത്തുനുഖർ വീണ്ടും അതിൽ നിന്ന് അള്ളാഹു തആല പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മണ്ണിൽ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നതും. അപ്പോൾ ഇത് പറയുന്ന സുന്നത്തുണ്ട്. ഖബറിൽ വെക്കുന്ന അവസരത്തിൽ പറയേണ്ട മര്യാദകളാ ഒരുപാട് മര്യാദകളുണ്ട്, പറയേണ്ടതുണ്ട്. അതൊന്നും ഇപ്പോൾ സമയമില്ലല്ലോ. അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം വെച്ചാണ് ഉയരത്തിൽ ഖബർ പൊന്തിക്കലും സുന്നത്തുണ്ട്, ഉയരത്തിൽ സുന്നത്താട്. എന്നിട്ട് അതിന് മുന്നേ റൊഷയിൽ മാവ് വെള്ളം ഇങ്ങനെ എന്താക്കാം, മുകളിൽ ഒരു ചാല് പൊന്തിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങനെ വിതറൽ എന്തുണ്ട്, വെള്ളം ഇക്കൽ. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യലും സുന്നത്താട്. പിന്നെ വലോവിനാവി ജരീദത്തി ഖദറ പച്ച പോലത്ത ആ ചെടി ഞാൻ അന്നൊരു വീഡിയോത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചെടി നടന്നതിൻ്റെ മഹത്വവും ഖബറിൻ്റെ മുകളിൽ ചെടി നടാനുള്ള മഹത്വം അതിൻ്റെ വിധിയും ഒക്കെ ഞാൻ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകളിലൂടെ ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളത് കേൾക്കണമെന്ന് വളരെ സാന്ദർഭികമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെയാൽ മര്യാദകളെയാണ് പറഞ്ഞത്. ഖബർ താത്തുമ്പോൾ ഒരു മറയുണ്ടായിരിക്കണം. മുകളിൽ ഒരു മറ എപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് വെക്കേണ്ടത് ഖബർ താത്തുമ്പോൾ ഖബർ മയ്യത്ത് ജനാസ കൊണ്ടുപോയി വെക്കേണ്ടത് ഖബറിൻ്റെ കാൽഭാഗത്തിൻ്റെ അടുത്ത് നിന്നാണ് മെല്ലെ തലഭാഗമായി ഊരിച്ച് കൊണ്ടുപോയി ഖബറിൽ താത്തേണ്ടത്. അങ്ങനെ ഖബറിൻ്റെ അടിയിൽ 1-2 ആളുകൾ മാത്രമാണ്, ഒറ്റ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി താത്തുകയാണ് വേണ്ടത്. അവിടെ വെക്കുമ്പോൾ അവിടെ ഒരു ഇഷ്ടിക പോലത്ത് കുറച്ച് തല പൊന്തിച്ച് വെക്കൽ സുന്നത്തുണ്ട്. അതുപോലെ കഫം മൂടി കുറച്ച് മുഖത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഈ മണ്ണിലോട് ചേർത്ത് ഒരു മണി ഇതാക്കി വെക്കലും സുന്നത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെയും മയ്യത്ത് ഖബറിനോട് ചെയ്യുന്ന മര്യാദകളാണ്. അല്ലാഹു തആല ഈ നിലക്ക് നല്ല നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആൾ ദുആഇരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ചെറുപ്പക്കാരൊക്കെ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ദുആഇരക്കണം, അല്ലാഹു എല്ലാവരുടെയും കാര്യങ്ങൾ ആയുസ്സനാക്കി തരുമാറാവട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സ് ഇട്ട് കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.